ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പേസ്ട്രിയാണ്. ഷോപ്പിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ വൈറ്റ് ഫോറസ്റ്റ് പേസ്ട്രി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ബൗളിൽ ഉണ്ടാവരുത്. എന്നിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം, അതായത് 125 ml. പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇത്രയും ചേർത്ത് 3 തവണ നന്നായി അരിച്ചെടുക്കാം. മൂന്ന് തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുക്കാം. അതിലും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ബീറ്റർ ഇല്ലാതെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈം ബീറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. ഇനി അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എട്ട് 9 മിനിറ്റ് ടൈമെങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ല പ്ലഫി ആയിട്ട് വരുള്ളൂ. ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടിട്ട് കുത്തിയിളക്കാതെ ഒരേ സൈഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഇറക്കി വെച്ച് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അരക്കപ്പ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇനി ഒരു ടേൺ ടേബിൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കേക്ക് ബോർഡ് എടുത്ത് വയ്ക്കാം. അതിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ക്രീം തേച്ച് കൊടുക്കാം. ക്രീം എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് അത്യാവശ്യം നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ക്രീം കേക്കിന് മുകളിലും സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം.
പിന്നെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി പൈപ്പിംഗ് ബാഗിൽ ബാക്കിയുള്ള ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഡിസൈൻ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് റെഡിയാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിൽ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.